മനുഷ്യൻ ഒരു ദരിദ്രനായിരുന്നു. അതുകൊണ്ടാണല്ലോ പുള്ളി ഭിക്ഷാടനം നടത്താൻ വന്നിരുന്നത്. ഹല്ലേലൂയ. അപ്പം ഭിക്ഷാടകർ ഇടുന്ന അവർക്ക് ഒരു പുതപ്പുണ്ടായിരുന്നു. അവർ ആ ഒരു പുതപ്പിലാണ് അവർ കഴിച്ചു കൂടുന്നത്. അവർക്കെല്ലാം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പം തനിക്ക് ഉണ്ടായിരുന്നതിനെല്ലാം യേശു ഈ ബർത്തിമ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. എന്നിട്ടാ അവൻ ആരുടെ അടുത്തേക്ക് വന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. പ്രിയരെ, എന്തെങ്കിലുമൊക്കെ വിട്ടുകളയാനുണ്ടെങ്കിൽ ദാരിദ്ര്യമൊക്കെ മാറും കേട്ടോ. സാമ്പത്തിക കഷ്ടങ്ങൾ, അമേൻ, ബാധ്യത, ബാങ്കിൽ പൈസ അടയ്ക്കാൻ ഒരു കാശും ഇല്ലെങ്കിലും ഹല്ലേലൂയ, നിനക്ക് വിസ്താരത്തിൽ നിൻ്റെ വായൊന്ന് തുറക്കാമോ? ദൈവം നിന്നെ നിറയ്ക്കും അതിനെ. ഹല്ലേലൂയ. ഒന്നും ഇല്ലെങ്കിലും വിളിക്കാൻ മടിച്ചേക്കരുത്, ആരാധിക്കാൻ മടിച്ചേക്കരുത്. ആവശ്യക്കാരൻ വിളിക്കും, വിളിക്കുന്നവൻ പ്രാപിച്ചു പോകും. ആവശ്യക്കാരൻ ആരാധിക്കും, അവൻ പ്രാപിച്ചു പോകും. അതുകൊണ്ട് നീ ഒരു ആവശ്യക്കാരനായിട്ട് മാറണം. ഞാനൊരു ആവശ്യക്കാരനായി മാറണം. കാരണം ഞാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ അടുത്താ. ഹല്ലേലൂയ. യേശു എന്താ അവനോട് പറഞ്ഞെന്ന് നോക്കി. കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ യേശു അവനോട് ചോദിച്ച ചോദ്യമുണ്ട്. യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കും യേശു അവനോട് ചോദിച്ചത്? ഇവന്റെ തൊഴിൽ എന്നാ? ഭിക്ഷാടനമാ. അപ്പൊ എന്തു വേണം ഇവൻ ആഗ്രഹിക്കാം? കുറച്ച് കാശ് അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണ് യേശു ചോദിച്ചത്. അല്ലാണ്ട് ഇവനെ കാഴ്ചയില്ലാത്തവനാണെന്ന് യേശുവിന് കാണാൻ മാത്രം വിവേകമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിനക്ക് വല്ല കാശുമാണോ വേണ്ടത് എന്ന് എല്ലാവരും കേൾക്കെ യേശു അവനോട് ചോദിച്ചു. സ്തോത്രം. അതേസമയം ദേവാലയത്തിന്റെ സുന്ദരമെന്ന് വിളിക്കപ്പെടുന്ന ഗോപുര കവാടത്തിങ്കൽ കിടന്ന ഒരു അന്ധയാചകൻ പത്രോസിനോട് യോഹന്നാനോടും വല്ലതും തരണമേന്നാ ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നീ ചോദിച്ചതോ അതിലും വലുതോ തരാനില്ല, പക്ഷെ ഞങ്ങൾക്ക് തരാനുള്ളത് ഒന്നുണ്ട്. വെള്ളിയോ സ്വർണമോ ഒന്നും അല്ല തരാനുള്ളത്. പിന്നെ എന്താ? ആ ചോദിച്ചവന്റെ ചോദ്യം മനസ്സിലാക്കി അവർ പ്രതികരിക്കുക. നിനക്ക് ഇത് തന്ന് നിന്നെ തികയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയാൽ, പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ നിന്നെ ഇവിടെ കിടത്താതെ നിന്നെ നടത്താൻ കഴിവുള്ളവൻ ഞങ്ങളുടെ അകത്തുണ്ടെന്ന്. എത്ര പേരുടെ ഉള്ളിലുണ്ട്? എത്ര പേരുടെ അകത്തുണ്ട്? ഇന്ന് പകല് കൊടുക്കുന്ന കാര്യം കേട്ടതാ. നിങ്ങൾ എന്താ കൊടുക്കുന്നത്? വെള്ളിയോ പൊന്നോ ഞങ്ങളുടെ അകത്തില്ല, പക്ഷേ കൊടുക്കാൻ മാത്രം ഞങ്ങളുടെ ഉള്ളിൽ ഒരുവനുണ്ട്. അത്രയുണ്ടോ കർത്താവ് നിങ്ങൾക്ക്? എനിക്കൊരു ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് കൊടുക്കാൻ മാത്രം ദൈവത്തിൻ്റെ കർത്താവിനെ നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളെ അഴിച്ച്